ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ ചില സെക്ടേഴ്സിൽ കോമ്പറ്റീഷൻ ഉണ്ട്, എന്നാൽ ചില സെക്ടേഴ്സൊക്കെ ക്ലിയർ മോണോപ്പൊളി ഫോം ചെയ്യാണ്. എന്നാൽ ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഇവരുടെ ലീഡർഷിപ്പ് പൊസിഷൻ വെച്ച് രണ്ട് സ്റ്റോക്സ് ഈ അടുത്ത മാസങ്ങളിൽ 20 മുതൽ 25% കറക്ഷൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഈ ഒരു കറക്ഷൻ നോർമലാണോ, അല്ലെങ്കിൽ ഈ ഒരു കറക്ഷൻ ജസ്റ്റിഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഫണ്ടമെന്റലി സ്ട്രക്ചറൽ സിഗ്നൽസ് ഉണ്ടോ? അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലുള്ള രണ്ട് സ്റ്റോക്സ് ആവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സിൻ്റെയൊക്കെ മാർക്കറ്റ് ഷെയർ ഒക്കെ അൺബീറ്റബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ റീസെന്റ് ഹൈനേക്കാളും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ കമ്പനികൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി പ്രിക്കോൾ ലിമിറ്റഡ് ആണ്. അപ്പോൾ പ്രിക്കോൾ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ലീഡിംഗ് ഓട്ടോ കമ്പോണന്റ് മാനുഫാക്ചർ ആണ്. അപ്പോൾ അവർ മെയിൻലി OEMs അതുപോലെ ചില റീപ്ലേസ്മെന്റ് മാർക്കറ്റിനായിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സ് അതുപോലെ തന്നെ അലൈഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ? വോളിയത്തിന്റെ ബേസിൽ ലോകത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാനുഫാക്ചർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇവരുടെ ഷെയർ വരുന്ന 55 മുതൽ 60% ഇടയ്ക്കാണ്. ഇപ്പോൾ 2 വീലർ സെഗ്മെന്റിൽ 65% മാർക്കറ്റ് ഷെയർ. ഇനി നമുക്ക് കമ്പനിയുടെ വെർട്ടിക്കൽസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിക്ക് രണ്ട് മെയിൻ വെർട്ടിക്കൽസ് ആണുള്ളത്. ആദ്യത്തെ ഡ്രൈവർ ഇൻഫോർമേഷൻ കണക്റ്റഡ് വെഹിക്കിൾ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഇത് റവന്യൂലേക്ക് നോർമലി 60 മുതൽ 65% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സ്, ടെലിമാറ്റിക്സ് അതുപോലെ വെഹിക്കിൾ സെൻസർ പോലത്തെ പ്രൊഡക്ട്സ്. ഇനി രണ്ടാമത്തെ വെർട്ടിക്കൽ വരുന്നത് ACFMS ആണ്, അതായത് ആക്ച്വേഷൻ കൺട്രോൾ ആൻഡ് ഫ്ലൂയിഡ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ ബാക്കി 35% റവന്യൂ ഇവിടെ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഫ്യൂൽ പമ്പ് മോഡ്യൂൾസ് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്സ് അതുപോലെ വൈപ്പിംഗ് സിസ്റ്റം പോലത്തെ പ്രൊഡക്ട്സ് ഉണ്ട്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസിലേക്ക് വരുമ്പോൾ 2025 ഫൈനാൻഷ്യലിൽ പ്രിക്കോള് 2692 കോടിയുടെ റവന്യൂ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 18.5% ഇയർ ഓവർ ഇയർ ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന് പുറകിലെ മെയിൻ കാര്യം പ്ലാസ്റ്റിക് ബിസിനസ് അക്വിസിഷൻ എന്നുള്ള ഇൻക്രിമെന്റൽ റവന്യൂ ആണ്. അതുപോലെ പ്രീമിയം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സ് ലൈക്ക് ഇപ്പോൾ ഹൈബ്രിഡ് ഇലക്ട്രോ മെക്കാനിക്കൽ അതുപോലെ TFTന്റെ ഒക്കെ ഇൻക്രീസ്ഡ് അഡോപ്ഷനുമാണ്. എന്നാൽ ഇവിടെ എക്സ്പെൻസ് റവന്യൂവിനേക്കാളും വേഗത്തിൽ വളർന്നു, അതായത് 19.8%. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് 23% വളർന്നു. ഈ ഒരു വളർച്ചയുടെ മെയിൻ കാര്യം R&Dയിൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പുതിയ എക്സ്പേർട്സിനെ റിക്രൂട്ട് ചെയ്തതുകൊണ്ടാണ്. ഓപ്പറേറ്റിംഗ് മാർജിൻ 50 ബേസിസ് പോയിന്റ് കുറഞ്ഞ് 11.6% എത്തി. അപ്പോൾ ചില റിലീഫ് അതർ ഇൻകത്തിൽ നിന്നും വന്നു. അങ്ങനെ 30% കൂടി 17 കോടിയിലേക്ക് എത്തി. അതുപോലെ ഇൻട്രസ്റ്റ് കോസ്റ്റ് 28% ഇടിഞ്ഞു 13 കോടിയിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു ഫാക്ടർ എല്ലാം കാരണം നെറ്റ് പ്രോഫിറ്റ് 18.4% വളർന്ന് 167 കോടിയിലേക്ക് എത്തി. അതുപോലെ പാറ്റ് മാർജിൻ 6.2% എത്തി. അപ്പോൾ മാർജിൻ പ്രഷർ ഒഴിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബോട്ടം ലൈൻ സ്റ്റഡിയാണ്. ഇനി നമുക്ക് ഫ്യൂച്ചർ പ്ലാൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി അവരുടെ മെയിൻ ബിസിനസ് 13 മുതൽ 15% CAGR വളർത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. 2026 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 3600 കോടി റവന്യൂ ടാർഗറ്റോടെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ മാക്രോ സപ്പോർട്ടോടെ ഇത് 4000 കോടി വരെ എത്താം. കൂടാതെ അവരുടെ മെയിൻ ബിസിനസ്സിന് കമ്പനി 12 മുതൽ 13% EBITDA മാർജിൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്ലാസ്റ്റിക് യൂണിറ്റിന് ഏകദേശം 10% അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെബ്രുവരി 2025 കമ്പനി സുന്ദരം ഓട്ടോ കോമ്പോണൻസ് 195 കോടിക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു അക്വിസിഷനോടെ കമ്പനി 2026 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 850 കോടിയിലേക്ക് എത്തും. ഇനി അടുത്ത 3 വർഷത്തിൽ 1500 കോടി വരെ എത്താനായിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മോഡേണൈസേഷൻ ആയിട്ട് 250 കോടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ ആണുള്ളത്. അപ്പോൾ മാർജിൻ 7.2% ഡബിൾ ഡിജിറ്റിലേക്ക് ഇംപ്രൂവ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ അവരുടെ പൂനെ അതുപോലെ മാനിയർ പ്ലാൻസിലായിട്ട് 2026 ഫൈനാൻഷ്യറിൽ 200 മുതൽ 225 കോടിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഹോണ്ട സുസുക്കി പോലത്തുള്ള OEMs ആയിട്ടുള്ള ടൈപ്പ് കമ്പനിക്ക് വളർച്ചയിൽ സഹായിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ട്രേഡ് റിസീവബിൾസ് 287 കോടിയിൽ നിന്ന് 65% കൂടി 473 കോടിയിലേക്ക് എത്തി. അതുപോലെ ഇൻവെന്ററിയും 13% കൂടി 363 കോടിയിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു ഇമ്പാക്ട് റിസീവബിൾ ഡേയ്സിലും കണ്ടു. ഇപ്പോൾ റിസീവബിൾ ഡേയ്സ് 46 ദിവസത്തിൽ നിന്ന് 64 ദിവസത്തിലേക്ക് എത്തി. എന്നാൽ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ സ്റ്റേബിൾ ആണ് 46 ദിവസത്തിൽ. കാരണം ഇൻവെന്ററി ഡേയ്സ് 71 ദിവസമായിട്ട് കുറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു പ്രധാന മാറ്റം ഉണ്ടായത് ടോട്ടൽ ബോറോയിൻസ് 3 ഇരട്ടിയായിട്ട് കൂടി 61 കോടിയിൽ നിന്ന് 183 കോടിയിലേക്ക്. അപ്പോൾ ഇതിന് മെയിൻ കാരണം അക്വിസിഷനിൽ ലോങ് ടേം ഡെറ്റ് 68 കോടിയും അതിൽ ഷോർട്ട് ടേം ബോറോയിങ്സിലെ 57 കോടിയാണ്. 2025 ഫൈനാൻഷ്യലിലെ നെറ്റ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് 11 കോടിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ കാര്യം പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോയിൽ 192% കൂടിയതാണ്. അതായത് 129 കോടിയിൽ നിന്ന് 377 കോടിയിലേക്ക്. അപ്പോൾ ഇതിൽ 216 കോടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ 195 കോടി അക്വിസിഷൻ ഔട്ട്ഫ്ലോ ആണ്. എന്നാൽ ഇവിടെ ചില റിസ്ക് ഉണ്ട്. റെയർ എർത്ത് മാഗ്നറ്റ്സിന് ഗ്ലോബൽ സപ്ലൈ ഷോർട്ടേജ് വലിയൊരു കൺസേണിൽ ഒന്നാണ്. ഇൻഡസ്ട്രി എസ്റ്റിമേറ്റ്സ് പ്രകാരം OEM പ്രൊഡക്ഷൻ ജൂലൈ മുതൽ ഓഗസ്റ്റ് 2025 ഇടയ്ക്ക് 30 മുതൽ 35% കട്ട് ചെയ്യാം. അതുപോലെ 5 മുതൽ 10% കട്ട് ഓൾറെഡി ജൂണിൽ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ എംപ്ലോയി കോസ്റ്റ് ടെമ്പററി ആയിട്ട് കൂടിയിട്ടുണ്ട്. കാരണം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതുപോലെ എഞ്ചിനീയറിംഗ് ഫീൽഡ് നല്ല ടാലന്റഡ് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ കമ്പനി 5 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ 5 വർഷത്തിൽ 16% ROI നൽകിയിട്ടുണ്ട്. അതുപോലെ നിലവിൽ 5 ഇയർ മീഡിയൻ PE ആയ 33x ട്രേഡ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കമ്പനി ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കമ്പനി വരുന്നത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡ് 2007 സ്ഥാപിക്കപ്പെട്ട ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി യൂണിറ്റ്സ് ട്രേഡ് ചെയ്യാനുള്ള ഫുള്ളി ഓട്ടോമേറ്റഡ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഇന്ത്യയിലെ ലീഡിംഗ് ഇലക്ട്രിസിറ്റി എക്സ്ചേഞ്ച് ആണ്. 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ 84% വരെ എത്തിയിരുന്നു. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം നാഷണൽ വൈഡ് ലെവലിൽ ഇലക്ട്രിസിറ്റി ട്രേഡിംഗ്, റിന്യൂവബിൾ എനർജി, എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റ്, അതുപോലെ റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധ്യമാക്കുന്നുണ്ട്. അപ്പം ഇതിലെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴിയാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ രണ്ടാം സെഗ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പല കാറ്റഗറിയിലായിട്ട് കമ്പനി അവർ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഏറ്റവും വലിയ സെഗ്മെന്റ് വരുന്നത് ഡേ ഹെഡ് മാർക്കറ്റ് ആണ്. അപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 44% വോളിയം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ 2023 ഫൈനാൻഷ്യലിൽ 53% ആയിരുന്നു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇലക്ട്രിസിറ്റി ഓപ്ഷൻ വഴിയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ഡെലിവറിക്ക് വേണ്ടിയുള്ള ഡീലാണ്. ഇനി ഇവിടുത്തെ സെക്കൻഡ് സെഗ്മെന്റ് വരുന്നത് റിയൽ ടൈം മാർക്കറ്റ് ആണ്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ ഈ ഒരു സെഗ്മെന്റ് ഷെയർ 28% വളർന്നു. 2023 ഫൈനാൻഷ്യലിൽ 25% ആയിരുന്നു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇലക്ട്രിസിറ്റി 1 മണിക്കൂറിനുള്ളിൽ ഡെലിവറി ചെയ്യും. അതുപോലെ എല്ലാ ദിവസവും 48 ഓപ്ഷൻസും ഉണ്ടാവും. അത് കഴിഞ്ഞ് വരുന്നതാണ് സർട്ടിഫിക്കറ്റ് സെഗ്മെന്റ്സ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് RECs, അതുപോലെ എക്സേർട്ടും. അപ്പോൾ ഇത് കംപ്ലക്സ് പേർപ്പസിനായിട്ടുള്ള ട്രേഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ടേം ഹെഡ് മാർക്കറ്റ് ഉണ്ട്. 7% ഷെയറോടെ. അപ്പോൾ ഇവിടെ 90 ദിവസം വരെയുള്ള കോൺട്രാക്ട്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഗ്രീൻ മാർക്കറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഗ്രീൻ ഡാം, അതുപോലെ ഗ്രീൻ ടാം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫോക്കസ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് ഡേ, അതുപോലെ ഷോർട്ട് ടേം റിന്യൂവബിൾ എനർജി ട്രേഡിലേക്കാണ്. അതുപോലെ 2025 ഫൈനാൻഷ്യലിൽ ഷെയർ 6%-ലേക്ക് വളർന്നു. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. 2025 ഫൈനാൻഷ്യലിൽ IEX 537 കോടിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയർ ഓവർ ഇയർ ഏകദേശം 19.6% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2024 ഫൈനാൻഷ്യലിൽ 449 കോടിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന്റെ പുറകിലെ മെയിൻ കാര്യം ഇലക്ട്രിസിറ്റി വോളിയം 18.7% കൂടി 12,100 കോടി യൂണിറ്റ്സ് എത്തി. REC ട്രേഡിംഗ് വോളിയം 136% കൂടി RTMൽ 29%-ലധികം ഗ്രോത്തോടെ സ്ട്രോങ് പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ മാർക്കറ്റ് 171% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി വോളിയം ഓൾ ടൈം ഹൈ എത്തിയിട്ടുണ്ട്. അപ്പോൾ Q4 മാത്രം നമ്മൾ നോക്കിയാൽ 31.7 മില്യൺ യൂണിറ്റ്സ് എത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ ഡയറക്ട്ലി ബാധിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 20% കൂടി 468 കോടിയിലേക്ക് എത്തി. ഇപ്പോൾ എക്സ്പെൻസ് 19.3% മാത്രമാണ് കൂടിയത്. അപ്പോൾ ഓൾറെഡി ഹൈ ബേസ് കൺസിഡർ ചെയ്തിട്ട് പോലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 87% ഇംപ്രൂവ് ആയി. അതർ ഇൻകവും 17% കൂടി 119 കോടിയിലേക്ക് എത്തി. അതേസമയത്ത് ഇൻട്രസ്റ്റ് അതുപോലെ ഡിപ്രീസിയേഷൻ റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് നിന്നത്. ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് 22% കൂടി 429 കോടിയിലേക്ക് എത്തി. അപ്പോൾ ഇതൊരു സ്ട്രോങ് ക്ലീൻ ബോട്ടം ലൈൻ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മെട്രിക്സ് നോക്കാം. അപ്പോൾ റവന്യൂയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച് ഡിവിഷൻ സ്ട്രോങ് മൊമെന്റം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയർ ഓവർ ഇയർ ഗ്യാസ് വോളിയം 47% കൂടിയിട്ട് 60 മില്യൺ MMBtu എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ പവർ ഡിമാൻഡ് തുടർച്ചയായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ഇതിന് കാരണം GDP ഗ്രോത്ത്, EV അഡോപ്ഷൻ, അതുപോലെ ഡാറ്റാ സെന്റേഴ്സ്, റൂഫ് ടോപ്പ് സോളാർ, അതുപോലെ ലാസ്റ്റ് മൈൽ ഇലക്ട്രിഫിക്കേഷനുമാണ്. അപ്പോൾ ഇതെല്ലാം എനർജി കൺസപ്ഷൻ പുഷ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഡിമാൻഡ് ഡയറക്റ്റ് ബെനിഫിഷ്യറിയാണ് IEX. കാരണം ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഗ്രോത്തിനേക്കാളും 2.5 ഇരട്ടി വേഗത്തിൽ എക്സ്ചേഞ്ച് പവർ വോളിയം വളർന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇനിയും വലുതാകാനായിട്ട് പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഗ്രീൻ RTM, TAM വിത്ത് 11 months കോൺട്രാക്ട്സ്, അതുപോലെ കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് പോലത്തെ ഫ്യൂച്ചർ റെഡി ഓപ്ഷൻസും. ഇപ്പോൾ റെഗുലേറ്ററി റിഫോംസിന് സപ്പോർട്ട് നൽകുന്നുണ്ട്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LPSC അമെൻമെന്റ്. അപ്പോൾ ഈ ഒരു അമെൻമെന്റ് പ്രകാരം കമ്പനിയുടെ സർപ്ലസ് ഇലക്ട്രിസിറ്റി പവർ എക്സ്ചേഞ്ചിൽ സെയിൽ ചെയ്യുക എന്നുള്ളത് ഇപ്പം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ RES ഫഞ്ചിബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എൻഹാൻസ് ചെയ്യും. ഇവിടെ എനർജി ട്രാൻസിഷന്റെ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയുടെ ലക്ഷ്യം 2030 ആകുമ്പോഴേക്കും 500 GW റിന്യൂവബിൾസ് നേടണമെന്നാണ്. അപ്പം ഈ ഒരു ലക്ഷ്യം നേടാനായിട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ്, അതുപോലെ ഫേം ഡിസ്പാച്ചബിൾ റിന്യൂവബിൾ എനർജി മാർക്കറ്റിനെ സ്ട്രക്ചറലി സപ്പോർട്ട് ചെയ്യും. ഇനി നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ മെയിൻ കാപ്പെക്സ് പ്ലാൻ ഒന്നും തന്നെ കമ്പനിക്കില്ല. അപ്പോൾ കമ്പനിക്ക് ക്യാഷ് പ്ലസ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിൽ 1000 കോടിയുണ്ട്. അപ്പോൾ കമ്പനി മെർജർ ആൻഡ് ആക്വിസിഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്പൺ ആണ്. എന്നാൽ ഇനിയിപ്പോൾ അത് നടക്കുന്നില്ലെങ്കിൽ കമ്പനി ഡിവിഡൻഡ് പേ ഔട്ട് കൂട്ടാം. അപ്പോൾ IEXന്റെ അസറ്റ് ലൈറ്റ് മോഡലാണ് നോക്കുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യലിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സെയിൽസ് 10.4% നിന്ന് 5.14% കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇടിയുമ്പോൾ 2 മെയിൻ കാരണങ്ങളാണ് ഇതിനുള്ളത്.
ടോട്ടൽ അസറ്റ് കൂടിയതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്സും അതുപോലെ ഫൈനാൻഷ്യൽ അസറ്റ്സും ആണ്. ഇനി ക്യാഷ് ബാലൻസ് കുറഞ്ഞതിന്റെ ഒരു മെയിൻ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ഡിവിഡൻഡ് പേ ഔട്ട് ആണ്. ഇപ്പോൾ 267 കോടി വരെ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനി നമ്മൾ പോസിറ്റീവ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇംപ്രൂവ് ആയിട്ടുണ്ട് 0.85x നിന്ന് 0.99x. അപ്പോൾ ഈ ഒരു ഇംപ്രൂവ്മെന്റ് കാരണം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ 43% വളർന്നുകൊണ്ടാണ്. അതേസമയത്ത് നെറ്റ് പ്രോഫിറ്റ് 22% മാത്രമാണ് വളർന്നത്. അപ്പം ഇതിന്റെ അർത്ഥം എന്താണ്? കമ്പനിക്ക് സ്ട്രോങ് ഏർണിംഗ് ക്വാളിറ്റി അതുപോലെ ക്യാഷ് കൺവേർഷൻ ഉണ്ടെന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് റിസ്ക് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ റിസ്ക് വരുന്ന മാർക്കറ്റ് കപ്ലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ എല്ലാ പവർ എക്സ്ചേഞ്ചിൽ വരുന്ന ബൈ സെൽ ബിഡ്സ് കൂട്ടി ഒരു സിംഗിൾ യൂണിഫോം പ്രൈസ് തീരുമാനിക്കും. ഇപ്പോൾ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഈ ഒരു മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന് പ്രൈസ് ഡിസ്കവറി പവർ നഷ്ടപ്പെടും. അപ്പം ഇത് പ്ലാറ്റ്ഫോമിൽ യൂസേഴ്സ് ഉണ്ടാക്കുന്ന അറ്റാച്ച്മെന്റിനെ എന്താണ് ബാധിക്കാം. അപ്പം ഇതേ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ എക്സ്ചേഞ്ച് ഇന്ത്യ ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ച് പോലത്തെ ഓൾട്ടർനേറ്റീവ് എക്സ്ചേഞ്ച് സ്ലോലി മാർക്കറ്റ് ഷെയർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. IEXന്റെ മാർക്കറ്റ് ഷെയർ 88% നിന്ന് 84.2% കുറഞ്ഞു. 2025 ഫൈനാൻഷ്യലിൽ ട്രാൻസാക്ഷൻ ഫീസ് പെർ യൂണിറ്റ് 8.6% കുറഞ്ഞു. അപ്പോൾ ഇത് ഫ്യൂച്ചർ റവന്യൂ എസ്റ്റിമേറ്റിനെയൊക്കെ ബാധിക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 2 കമ്പനികളും നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.